തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളീയരാകെ ആഘോഷിച്ച ഒരു ഗാനമായിരുന്നു, ഒരു പാരഡി ഗാനമായിരുന്നു പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്നത്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞ് അത് തങ്ങൾക്ക് തിരിച്ചടിയായെന്ന് മനസ്സിലാക്കിയ CPM ആ പാട്ടിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വരികയും അതിൽ കേസെടുക്കാനുള്ള നീക്കം നടക്കുകയും കേസെടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ CPM-ന്റെ അണികളും നേതാക്കന്മാരും ഒക്കെ തന്നെ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുകയും പോറ്റിയെ കയറ്റിയത് UDF സർക്കാരിന്റെ കാലത്താണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് എന്നൊക്കെയുള്ള ഒരു ന്യായം മുന്നോട്ട് കൊണ്ടുവരികയും ആ രീതിയിൽ അവരെ പ്രചരണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോറ്റിയെ കയറ്റിയത് സഖാക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 2007 ചില ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2007 ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ അവിടെ ഒരു സഹായിയായിട്ടെത്തി അവിടുത്തെ പൂജാകർമ്മങ്ങളിൽ തന്ത്രിക്കൊപ്പം അവിടുത്തെ മേൽശാന്തിക്കൊപ്പം ഒക്കെ തന്നെ പൂജാരിയായിട്ട് സഹായിയായിട്ട് നിൽക്കുന്ന ചില ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2007 എന്ന് പറയുന്നത് LDF സർക്കാരിന്റെ കാലമാണ്. മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അപ്പോൾ 2007 LDF സർക്കാരിന്റെ കാലത്താണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഒരു സഹായിയായിട്ട് എത്തിയത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പോറ്റിയെ കയറ്റിയത് എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ CPM-ന്റെ വാദങ്ങളും അങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ്, സ്വർണം ചെമ്പാക്കി മാറ്റിയത് സഖാക്കളാണ്, സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള വരികളൊക്കെ തന്നെ കൂടുതൽ അനർത്ഥമാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ സത്യമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ചിത്രങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനിയിപ്പോൾ CPM-ന്റെ നേതാക്കളൊക്കെ തന്നെ എന്ത് ന്യായീകരണമാണ് ഉയർത്തുക എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയില് CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ സമയത്ത് ഈ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന്, CPM-ന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. എന്തായാലും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് ഈ കേസില് സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം വന്നതുകൊണ്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം എന്നതാണ്. അത് രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരണം, എന്താണ് അവര് ചർച്ച ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരണമെന്നാണ് V ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ അതിന് ഇന്ന് K മുരളീധരൻ നൽകിയിരിക്കുന്ന മറുപടി, ശിവൻകുട്ടി അസൽ ഒരു സംഖ്യക്കുട്ടിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നാണ് K മുരളീധരൻ ഇക്കാര്യത്തിൽ V ശിവൻകുട്ടിക്ക് നൽകിയിരിക്കുന്ന ഒരു മറുപടി. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രത്തിന്റെ പേരിൽ സോണിയാഗാന്ധിയെ ക്രൂശിക്കുന്നവര് മറുവശത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങളെ കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ല. ഏതെങ്കിലും ഫംഗ്ഷനുകളിലോ ഏതെങ്കിലും ചടങ്ങുകളിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രങ്ങൾ മാത്രമല്ല പുറത്തു വന്നിട്ടുള്ളത്. അതിലുപരിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഒന്നിച്ചുള്ള വിമാനയാത്രയുടെ സമയത്തുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ പറയുന്ന ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ തന്നെ ഒരു സംശയമില്ല. അവർക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ എത്രത്തോളം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ 1-2 ആഴ്ചക്കാലത്തെ അവരുടെ ഈ പറയുന്ന വാദങ്ങളിൽ നിന്ന് ന്യായീകരണങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാക്കി എന്ന് അവര് മനസ്സിലാക്കുന്നുണ്ട്. പുറമേ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അതവര് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. മാത്രവുമല്ല, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ഏതാണ്ട് 3 CPM-ന്റെ നേതാക്കളാണ് അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത്. അവർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ CPM-ന്റെ നേതൃത്വം ഇപ്പോഴും തയ്യാറാകുന്നില്ല. അവരിപ്പോഴും പറയുന്നത് അതിനകത്തൊക്കെ കേസ് വരട്ടെ, അത് അവസാന കോടതിയിലെത്തട്ടെ എന്നൊക്കെയാണ്. കോടതിയിൽ എത്തിയിട്ട് ഈ പറയുന്ന പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രം എന്തെങ്കിലുമൊക്കെ നടപടി സ്വീകരിക്കാമെങ്കിൽ മാത്രമേ ഇവരൊക്കെ തന്നെ പ്രതികളാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് തങ്ങൾ വിശ്വസിക്കൂ, ആ രീതിയിൽ തങ്ങളുടെ നടപടി എടുക്കൂ എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും എല്ലാം പറയുന്നത് അത്തരത്തിലാണ്. അതായത് ഈ പറയുന്ന നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായി കിടക്കുന്നവരെ ഒന്നും തന്നെ തള്ളിപ്പറയാൻ, അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കാനോ CPM
തയ്യാറല്ല. മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രത്തിന്റെ പേരിൽ അടൂർ പ്രകാശ് എം.പിയുടെ ഒപ്പം തന്നെ ആന്റോ ആന്റണി എം.പിയുടെ ഒക്കെ പേരിൽ കോൺഗ്രസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന വളരെ വിചിത്രമായിട്ടുള്ള ചോദ്യമാണ് CPM-ന്റെ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതൊക്കെ തന്നെ കേരളീയ പൊതുസമൂഹം കാണുന്നുമുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം അത് കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളിലെയും ഒപ്പം തന്നെ ഈ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളിലെയും ഒക്കെ തന്നെ സ്വർണമാണ് മോഷ്ടിച്ചു കൊണ്ട് പോയിരിക്കുന്നത്. ആ സ്വർണം കണ്ടെത്താതെ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അത് എവിടെയാണ്, എങ്ങനെയാണ് കൊണ്ടുപോയത്, എവിടെയാണ് കൊണ്ട് വിറ്റിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് എത്താൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം. ഈ പ്രതികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തെങ്കിലും അതിലേക്ക് എത്തുന്ന രീതിയിൽ എന്തെങ്കിലും മൊഴികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അവരെവിടെയാണ് ഇത് വിറ്റത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനോടകം ഗോവർദ്ധന്റെ പക്കൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ പക്കൽ നിന്നുമൊക്കെ തന്നെ കുറച്ച് സ്വർണം റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഒറിജിനൽ സ്വർണമല്ല. 98-ൽ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് പതിച്ച കൊടുത്ത സ്വർണമല്ല, ഒറിജിനൽ സ്വർണമല്ല, 24 ക്യാരറ്റ് സ്വർണമല്ല ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടെടുത്തിരിക്കുന്നത്. പകരം അതിന് ആനുപാതികമായിട്ടുള്ള അളവിലുള്ള സ്വർണമാണ് ഈ 2 പ്രതികളിൽ നിന്നും അന്വേഷണ സംഘം റിക്കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒറിജിനൽ സ്വർണം തൊണ്ടി മുതൽ കണ്ടെത്താതെ എങ്ങനെ അന്വേഷണം പൂർത്തിയാക്കും എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ആ കേസില് CBI അന്വേഷണം വേണമെന്നൊരു ശുപാർശ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെ ഏത് രീതിയിലാകും കോടതിയൊക്കെ തന്നെ കാണുക. ED അന്വേഷണത്തിന് നേരത്തെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി അനുമതി കൊടുത്തിരുന്നു. വിജിലൻസ് അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വലിയൊരു അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു കേസായിട്ട് ഇത് മാറിയത് കൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം എന്നൊരാവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസും UDF-ഉം ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണമാണ്. നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും ചില തടസ്സങ്ങൾ ആ കേസിൽ വന്നിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക്, കൂടുതൽ വ്യാപ്തിയിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ അന്വേഷണ സംഘത്തിന് എന്തോ ഒരു മടിയുള്ളത് പോലെയാണ് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ മടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നീട്ടി നൽകിയ സമയപരിധി അത് അവസാനിക്കാൻ പോവുകയാണ്. 2 ആഴ്ച കൂടി മാത്രമേ സമയപരിധി ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിനകത്ത് അന്വേഷണ സംഘത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇതിനോടകം ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള വഴി ഒരുങ്ങുക കൂടിയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. കാരണം ഈ കേസിൽ 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾ അർഹരായിട്ട് മാറും. ഇപ്പോൾ ആദ്യത്തെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലായി കഴിഞ്ഞിട്ട് 60 ദിവസത്തിലധികം ആയിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രതികൾ തങ്ങൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന അവകാശവാദവുമായിട്ട് കോടതികളെ സമീപിച്ചാൽ അവർക്ക് ജാമ്യം കിട്ടിയവർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ്. ഏത് രീതിയിൽ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഒരു വ്യക്തതയില്ലാത്ത നിലയിൽ വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.